കേട്ടാ. ഇനി പോയി വല്ല നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി കഴിക്കാം. പോയി കഴിക്കട്ടെ. ഉണ്ടായിരുന്നു നോക്കട്ടെ, അത് കിടക്കണ ഇല്ലേ ഓർമ്മയില്ല. അത് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കണ്ട. പിന്നെ ചേട്ടാ ചീസ് ഇത് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. വെള്ളം റെഡിയാക്കി ചേട്ടാ. നൂഡിൽസ് ഒന്ന് മൊബൈലൊന്ന് ചാർജ് ചെയ്യണം. പിന്നെ അവിടെ പോയി നോക്കിയാണ്. ഇതിന് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോൾഡും യൂറോസ് കിട്ടി ചേട്ടാ. സെറ്റ് എൻട്രി കിട്ടി. ഇവിടെ നിന്നൊരു പാർസൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഒരു ഇപ്പോൾ 25 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 25 കൂടി ഇറക്കിയതിന് ശേഷം വെച്ചിരിക്കും. ഒരു 25% മാത്രം വെച്ചിരിക്കും. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം പാർസൽ എക്സൈറ്റ്, അതായത് 50 എക്സൈറ്റ്, പിന്നെ ബാക്കിയെല്ലാം 50. അതിലൊരു ബാക്കി 50ൻ്റെ ഒരു 25 ഇവിടെ ഇറക്കുക. പിന്നെ ഒരു 25 വെച്ചിരിക്കുക. പിന്നെ ഇതിനെ ട്രില്ലേത് മേലെ കയറ്റി റിസ്ക് ഫ്രീ ആക്കും. 25 SL ഒന്ന് ഹിറ്റ് ആയാലും കുഴപ്പമില്ല, മനസ്സിലായി? ആ ഒരു രീതിയിൽ വെച്ചിരിക്കും. ഇത്രയും വെയിറ്റ് ചെയ്ത് കേട്ടാ. സ്റ്റോപ്പ് ലോസ് ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുക? ഓക്കെ, ഇവിടെ ഇരിക്കും. നേരത്തെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇരുന്നായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കും. ഇതുവരെ തന്നെ ഇനി ട്രില്യണില്ല. 8 ഇത് നോക്കണ്ട. ഓക്കെ, 8 അല്ല ഇരുന്നത്. ഇവിടെ ഏകദേശം 100 പിപ്പിൻ്റെയാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞു 100 പിപ്പിൻ്റെയാണ് ഇരുന്നത്. ഇവിടെ ഏകദേശം അടിച്ച് 100 പിപ്പിൻ്റെയാണ് ഇരുന്നത്. 78 ഉള്ളൂ. ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇരിക്കുന്നു. ഇനി ഇത് ഇവിടെ തട്ടുക, എടുക്കുക, അത്ര തന്നെ. അതായത് ഒരു 25% ഇരിക്കുന്നതാണ്. മറ്റേതൊക്കെ ഇവിടെ നിന്ന് എക്സെറ്റ് ആയി കഴിഞ്ഞു. ഒരു 50 ഇവിടെ നിന്നോ ഒരു 25 ഇവിടെ നിന്നോ തീർന്നു. ബാക്കി ഒരു 25 അത് ഇത്ര ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടം വരെ പോയത് 25 ക്ലെയിം ചെയ്യാനാണ് ഇത്രയും വെയിറ്റ്. ഓക്കെ, ഇതിപ്പോൾ നോക്കിയോ പൊട്ടൊക്കെ പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങോട്ട് പോയാലും. ഇപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട് ഒരു 25% ഇല്ലേ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കുറച്ചും കൂടി നീറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ല, സ്റ്റിൽ വെയിറ്റിംഗ്. ഓക്കെ ആക്കിയ സെറ്റായിട്ടുണ്ട്. ട്രേഡ് കംപ്ലീറ്റ്. അത്രയും വലിച്ചൊന്നും പൊക്കി വെച്ചിട്ടില്ലായിരുന്നു. അതിൻ്റെ അടിച്ചിന്നെ ഇത് പറഞ്ഞ കാര്യമില്ല. കിട്ടി. ഇത്രയും വെയിറ്റ് ചെയ്തോ അതാണ് നിന്നത് തന്നെ. ഓക്കെയാണ്, അടിപൊളി ട്രെൻഡ് അടിച്ചത്. അത്രയും പേഷ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റിയെന്താണെന്ന് അറിയാമോ? 25% ഉണ്ടായിരുന്നു. മൊത്തം ഉണ്ടെങ്കിൽ അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റൂല. മാക്സിമം ഒരു 4-5. പിന്നെ പൈസയ്ക്ക് ആവശ്യമില്ലാത്തവർ, പൈസ വേണ്ട എന്നുള്ളവർക്ക് ചെയ്യാം. ലോസ് കിട്ടിയാലും വലിയ കുഴപ്പമില്ല, മനസ്സിലായി? SL മേളിൽ വെച്ചതിന് ശേഷം, അതായത് ഞാൻ കാണിച്ചു തരാം. SL ഇവിടെയൊക്കെ വെച്ചിട്ട് അത്രയും വെയിറ്റ് ചെയ്യും, അത്രയും പേഷ്യൻസ് വെയിറ്റ് ചെയ്യും. അടിച്ച ലോട്ടറി പോയാൽ ഒന്നും പോകൂല. വെച്ചതിൻ്റെ ഏകദേശം ഉണ്ടല്ലോ. കിട്ടിയ അടിപൊളി ട്രേഡ്, ജാക്ക് പോട്ട്. ഓക്കെയാണ്, കിടിലൻ ട്രേഡ് കംപ്ലീറ്റ്. ഇനി വേറെ ട്രേഡ് എടുക്കുകയല്ല, ഇനി വൈകുന്നേരം പൊള്ളിയായിരുന്നു. പിന്നെ നോക്കണ്ട, നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് ഒരു ട്രേഡല്ലേ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് പിന്നെ തൊടാത്തത്. അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. പ്രെഡിക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ, നോക്കാം. അല്ലെങ്കിൽ അപ്പറായിട്ട് പോവുക എങ്ങനെയാണോ നോക്കാം. ഇറങ്ങാൻ പോവാണ്, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ചെറുതായിട്ട് നോക്കിട്ടെ. ട്രേഡൊന്നും എടുക്കണ്ട, ലുക്കിംഗ് ജസ്റ്റ്. 50 പിപ്പിനാണ് ഇത്ര വലിയ ഗത്ത് കാണിച്ചത്. ലെസ് വലിയതായിട്ടൊന്നുമില്ല. ലെസ് ഏകദേശം 10 പിപ്പ് അടുപ്പിച്ചൊക്കെ ഉള്ളൂ, മനസ്സിലായി? ഞാൻ വിചാരിച്ച് 50ഉം 100ഉം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത്ര ടോട്ടലി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 100-150 പിപ്പേ പറഞ്ഞോളൂ.
ടോട്ടൽ മൂവ്മെന്റ് നോക്കിയാലേ ഇപ്പോഴേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് ഗായ്സ്. സൂര്യനെ കാണിക്കത്തെന്ന് പറഞ്ഞാൽ ആശാൻ നേരത്തെ വന്നു. ടൈം മാറിയെന്ന് തോന്നുന്നു. 6 മണിക്ക് കറക്റ്റ് വരുമെന്ന് തോന്നുന്നു. ഇനി ഞാൻ പോയി ചെടിക്കൊക്കെ നോക്കട്ടെ. ഇതിൻ്റെ കണ്ടീഷൻ കേട്ടോ. ഇപ്പോൾ ഡെയിലി എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിൻ്റെ ഗ്രോത്തും എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ടേക്ക് ടൈം. ഇനി ഞാൻ പോയി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കി ഇനി കഴിക്കട്ടെ. ജസ്റ്റ് ഇതും കൂടി കഴിച്ചതിന് ശേഷം ഇതിൽ ഓയിൽ വീണു, അതുകൊണ്ടാണ് ഡിസ്പ്ലേ ഒരുമാതിരി ഇരിക്കുന്നത്. ഇതും കൂടി കഴിച്ചിട്ട് ഇപ്പോൾ കിടന്നങ്ങ് ഉറങ്ങണം. കൂട്ടി കയറാൻ പോകണം കേട്ടോ. ചെടിക്ക് വെള്ളമൊഴിച്ച് സെറ്റാക്കുകയും ചെയ്ത്, ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് സെറ്റാക്കി ഓക്കെ ആണല്ല. പിന്നെ ടിഷ്യൂ തീരുന്നായിരുന്നു, അതിന് ടിഷ്യൂ എടുത്ത് അവിടെ പോകാൻ വിചാരിച്ചു. പോയി സൺസെറ്റൊക്കെ നോക്കി പോകുന്നുണ്ട് കേട്ടോ സൂര്യൻ. ഈ സമയമാകുമ്പം താഴെ പോകണമാണ് പുള്ളിക്കാരെ. ഇനി അടുത്ത് പോയി ഒന്ന് അനാലിസിസ് ഒക്കെ ചെയ്ത് സെറ്റാക്കട്ടെ. അനാലിസിസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. യൂറോ, ഗോൾഡ്, BTC ഓക്കെ. ഒറ്റ ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എടുക്കുക. വെയിറ്റ് ചെയ്യാൻ നോക്കട്ടെ, ചെയ്യണമെന്നുണ്ട്. സ്റ്റിൽ വെയിറ്റ്. ഇതിൻ്റെ എൻട്രി നോക്കണം. ഗോൾഡിൻ്റെ ഒരു എൻട്രിക്ക് നോക്കണം. ഡൗൺ സൈഡാ ഒരു എൻട്രി നോക്കണം. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കുന്നുണ്ടാവും. ഇതിൻ്റെ താഴെ ഇറങ്ങുമ്പോഴേ നോക്കാം. എടുത്ത് കേട്ടോ ഒരെണ്ണം. കണ്ടത്തരം കണ്ട SL ഞാൻ ചെറുതാക്കിയതായിരുന്നു. കണ്ടായി ഞാൻ റെഡിയാവുമെന്ന് വിചാരിച്ചതായിരുന്നു. SL ചെറുതാക്കിയതും ഇപ്പോൾ ഹാഫ് എക്സൈറ്റ് ചെയ്യേണ്ട സമയമായിരുന്നു. 14 നല്ലൊരു ട്രേഡായിരുന്നു. പക്ഷേ പോട്ടെ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ട്രേഡ് എടുക്കും. എന്ത് തെറ്റാണെന്ന് എനിക്കറിഞ്ഞുള്ളൂ, പക്ഷെ കറക്റ്റായിരുന്നു. എൻട്രി റോങ് ആയി പോയതാണ്. ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നേ കറക്റ്റ് ആവുമായിരുന്നല്ലേ. ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്ത് ആദ്യമേ ഇതിൻ്റെ ഔട്ട് വന്നതിന് ശേഷം എൻട്രി എടുത്താൽ മതിയായിരുന്നു. അതായത് ഇവിടെ എൻട്രി എടുത്താലും കണ്ട. കാരണം വിഗ് കൂടുതലുണ്ടാക്കണത്, ഹണ്ട് ചെയ്യാൻ വേണ്ടി വിഗ് കൂടുതലുണ്ടാക്കിയത്, കറക്റ്റ് ട്രാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിൻ്റെ ഇടയിലൊന്നും എൻട്രി എടുക്കാൻ പറ്റൂല, ഉണ്ടാക്കി കളയും. ടോപ്പ് നോച്ച് എൻട്രി അടിക്കണം. ടോപ്പ് നോച്ച് എൻട്രി എടുക്കുമ്പോൾ അതൊരു ഒന്നും പറയണ്ട. അവിടെ ആ വിഗ് ഉണ്ടാക്കിയില്ലായിരുന്നു ഇനി പാർഷ്യൽ എക്സൽ അടിക്കുകയായിരുന്നു. പിന്നെ ഒരു ട്രേഡും കൂടി എടുക്കുമല്ലോ. കുഴപ്പമില്ല. ഈ ട്രെയിൻ ഉണ്ടല്ല ഏകദേശം ഇവിടം വരെ വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിവിടം വരെ വരും, ഇവിടം വരെ വരും എൻ്റെ ഒരു ഇതിൽ. എന്നിട്ട് ഇതിനകത്തു കൂടി എൻട്രി ഇറങ്ങിയതിന് ശേഷം റീടെസ്റ്റ് അടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി റീടെസ്റ്റ് അടിച്ച് ഇറങ്ങി റീടെസ്റ്റ് അടിച്ച് ഇവിടെ ഇറങ്ങി റീടെസ്റ്റ് അടിച്ച്, പിന്നെ അതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണോ അതനുസരിച്ച് മേളിൽ പോകേണ്ട ചാൻസ് ഉണ്ടെങ്കിൽ മേളിൽ, താഴെ ഉണ്ടെങ്കിൽ താഴെ. ഇവിടെ കുറച്ച് നേരം കിടന്ന് കളിക്കും. നോക്കി ഇവിടെ കിടന്ന് കളിക്കും. ഇത് എൻ്റെ മൂഡ് സിങ് പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കളിക്കുന്ന സ്വഭാവം മാറുന്ന ഗുണമുണ്ടല്ലോ അവൾ. അത് ഇവിടെയാണ്, ഈ പോയിൻ്റാണ്. ഇവിടെയും കുറച്ച് കളിയുണ്ട്, കാരണം നല്ല ഇതുണ്ട് ഇവിടെ. കണ്ട ഇവിടെ ഒന്നും ചേഞ്ച് ആവില്ല എന്ന് പറഞ്ഞുകൂടാ. ആ പോയിന്റ് വരെ വരുമെന്ന് എനിക്കറിയാം. ആ പോയിന്റ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന പോയിന്റാണ്. ആ പോയിന്റ് വരെ വരുമെന്ന് എനിക്കറിയാം. അവിടെ നിന്ന് എൻ്റെ എങ്ങനെയാന്ന് അറിഞ്ഞുകൂടാ. ഇത് അവിടെ നല്ല ഇതുണ്ട്. ആ പോയിന്റിൽ കണ്ട എണ്ണം കൂടുതലുണ്ട്. അവിടെ കിടന്ന് റീടെസ്റ്റ് ചെയ്ത് തിരിച്ചിട്ട് പോകുമ്പോൾ താഴെ അതിനനുസരിച്ചറിയും. പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെയാണ്. ഒറ്റ ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരുന്നു. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതിനും കൂടുതൽ തിരിച്ച് മേളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ പോകുമെന്ന് വിചാരിച്ചോളൂ. റീടെസ്റ്റിങ് ഇതുവരെ പോകുമെന്ന് വിചാരിച്ചോളൂ. ഇതുവരെയും പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അത്. ഓക്കെ, എനിക്കത് ഒരു അടിപൊളി ഒരു ഐഡിയ. ഇനി ഞാൻ അടുത്ത് പോയി എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് വേറെ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ് ഇവിടെ. വേറെ കുഴപ്പമില്ല കേട്ടോ, സെറ്റാണ് ക്ലോറിനേഷൻ്റെ അവിടെ. ഇന്നത്തെ ദിവസം കുഴപ്പമില്ലാതെ പോയി. പക്ഷേ ദിവസമൊക്കെ പെട്ടെന്ന് പോകണം കേട്ടോ. ടെമ്പറേച്ചർ ബേസ് നോക്കിയാൽ ടെമ്പറേച്ചറും ഒരു രക്ഷയില്ല. ട്രേഡിംഗ് ബേസ് നോക്കിയാലും ഇന്നത്തെ കുഴപ്പമില്ല.
ജോലി ബേസ് നോക്കിയാൽ ഇതുവരെ വേറെ കുഴപ്പമില്ല, കാരണം കൺട്രോൾ എല്ലാം പോയല്ല. അപ്പം ജസ്റ്റ് പുറത്തെല്ലാം നോക്കണം. പക്ഷെ ടെമ്പറേച്ചറിന്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. പിന്നെ സാലറി ഇതുവരെ വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു ചെറിയ വിഷയം. ഓക്കെ, മനസ്സിലായില്ല. ഇനിയിപ്പോ എല്ലാം ഒന്ന് മീറ്ററിന്റെ ഒന്ന് ചെക്ക് ചെയ്തെടുക്കും. അതെ, മീറ്ററിന്റെ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ബാക്കിയെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ പമ്പ് ചേഞ്ച് ചെയ്യാണ്ട്, അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഓഫാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പമ്പ് ഓഫാക്കി മറ്റൊരു ഓണാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ ഫുള്ള് എഴുതി വെക്കട്ടെ. അഡ്ജസ്റ്റ്മെന്റും ചെയ്യാനുണ്ട്. മില്ലറ്റ് കൂടുതൽ ഔട്ട്ലെറ്റ് കുറവും ആ രീതിയിൽ പോകണം. നോക്കാം, റീഡിംഗ് എല്ലാം എഴുതി കഴിഞ്ഞു കേട്ടോ, സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ അനാലിസിസ് എന്ത് ചെയ്തോ അത് തന്നെ കേട്ടാ. പക്ഷെ ഞാൻ ജേരിശേക്കാളും കൂടുതൽ മേളിൽ കയറി. അതാണ് പോയിന്റ്, മനസ്സിലായത്. ഇത് പ്യുവർ ആയിട്ട് എനിക്ക് ഇവിടെ എന്ത് സംഭവിച്ചോ അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ എന്ത് സംഭവിച്ചു എനിക്ക് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടം വരെ വന്നു, പക്ഷെ തട്ടിയിട്ടില്ല. എനിക്ക് കൊണ്ട് ഇനി ഇവിടെ തട്ടും താഴെ പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മേളിൽ. എങ്ങനെയാണെന്ന് അതനുസരിച്ച് എല്ലാം എഴുതിയൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അനാലിസിസും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അനാലിസിസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ കൂടെ ഇനി ഇതെല്ലാം പിന്നെ ഒന്ന് എഡിറ്റിങ് ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം പുറത്തു വരുന്ന നോക്കണം. കാരണം ലെവൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലെവൽ കയറി പെട്ടെന്ന് കുറഞ്ഞാൽ 100ന്റെ വേരിയേഷൻ ഉണ്ട്. അപ്പൊ അതും പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 50 കൂട്ടി വയ്ക്കും. എങ്ങനെയാണെന്ന് നോക്കണ അനുസരിച്ച് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.